കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇതിൻ്റെ റോഡിൻ്റെ വിടുത്ത് തന്നെ 5 മീറ്ററാണ് വന്നുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള എലിവേഷനൊക്കെ വരുന്നുണ്ട്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. താഴെ തന്നെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമും താഴെ 2 എണ്ണം വരുന്നുണ്ട്. മേലെ 2 ബെഡ്റൂം, ഒരു യൂട്ടിലിറ്റിയൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്നത് 5 മീറ്ററുള്ള റോഡ്. 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. കടപ്പാക്കല്ലാണ്. ഇത് കൂടാതെ തന്നെ ഇനി ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഡോറ് തുറന്നാലും കൺജസ്റ്റ് ആവാത്ത രീതിയിലുള്ള സ്പേസാണ് നമുക്ക് പോർച്ചിൽ കിട്ടിയിട്ടുള്ളത്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നടക്കാനുള്ള ഒരു സ്പേസായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയയൊക്കെ വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട്. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വിശാലമായുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 3-4 ചെയർ ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. ഈ സൈഡ് വരുന്നത് സൗത്ത് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. ഗ്രാനൈറ്റിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറുവാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ്. അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. നല്ല വീതിയുള്ള കട്ടില വന്നിട്ടുണ്ട്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറാണ് വന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസിലും കൂടിയാണ്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സോഫ സെറ്റീസൊക്കെ ഇടാവുന്നതാണ്. ഫ്രണ്ടിലൊരു ടീപ്പ് കൊടുക്കാം. ഒരു സൈഡ് വാള് പൂർണ്ണമായിട്ടും ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ടെക്സ്ചർ വർക്കും മേലെ വരുന്നുണ്ട്. 2 വലിയ വിൻഡോസാണ് മേലെയും കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഡബിൾ ഹൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് വെസ്റ്റ് സൈഡിൽ വിൻഡോസ് വന്നിട്ടുണ്ട്. ഇനി TV സ്പേസിലേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടാണ് TV സ്പേസൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. ഈ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസ് എല്ലാം ഭംഗിയായിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ ക്യൂരോസോ ഒക്കെ വെക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു കോട്ട് ചെയ്യാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഒരു പൂജാ സ്പേസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡിവോഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. അത് താഴെ പെബിൾസൊക്കെ വിരിച്ച് ഭംഗിയാക്കാവുന്നതുമാണ്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇതും ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സ്റ്റെയർ വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് നമുക്ക് 6 ചെയറിൻ്റെ ഒരു ടേബിൾ നമുക്ക് ഈസി ആയിട്ട് വീഴുന്നതാണ്. ഇവിടെയും നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇൻവെർട്ടറും മറ്റും വെക്കാനായിട്ട് സ്റ്റെയറിനടിയിലാണ്. അതായത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോക്കറി ഷെൽഫും നമുക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. പിന്നെ ഫാസ്റ്റ് സീലിംഗ് വർക്കാണ് എടുത്തു പറയേണ്ടത്. LED ലൈറ്റിലൊക്കെ വാം ലൈറ്റ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫാസ്റ്റ് സീലിംഗ് വർക്കും കിട്ടിയിട്ടുണ്ട്. വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് ഇവിടെ വരുന്നത്. അപ്പം സെറയുടെ ഫിറ്റിങ്സ് ആയിരിക്കും. വാഷ് കൗണ്ടർ മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വാഷ് ബേസിൻ പ്ലേസ് ചെയ്യാനുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലിപ്പമുള്ള മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ LED ലൈറ്റുകളും ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഫൈബർ ലാമിനേഷൻ വർക്കാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടറിലേക്ക് വരാം. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോഗും ഒക്കെ വയ്ക്കാവുന്നതാണ്. വലിയ ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാം. അടച്ചുറപ്പുള്ളൊരു നല്ലൊരു വർക്ക് ഏരിയ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരാനുണ്ട്. ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. സൈഡിലൊക്കെ പവർ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. കിണറിന് വലിപ്പമുണ്ട്. അതുകൂടാതെ തന്നെ വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ
മേലെ എല്ലാം ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റിയുള്ള സിങ്ക് വരുന്നുണ്ട്, 2 ടാപ്പ് ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് കിച്ചൺ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ട് മിറർ വരാൻ മാത്രമേ ഉള്ളൂ. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂമിൽ ഫിറ്റിങ്സ് വരണേ ഉള്ളൂ. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഫോളോ അപ്പ് ചെയ്തുള്ളത്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ വരാനുണ്ട്, ഡൈവട്ടർ കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവറിന് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈനലായിട്ടുള്ള വർക്കിനാണ് കൂടുതലും ഫിറ്റിങ്സ് യൂസ് ചെയ്യുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നും തന്നെ ഫിറ്റ് ചെയ്യാത്തത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 12 അടി നീളവും 12 അടി വീതി ഈ ബെഡ്റൂമിനും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിലേക്ക് വരാം. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വന്നിട്ടുള്ളത്. ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കയറുന്ന എൻട്രൻസിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ക്യൂരിയോസ് വെക്കാവുന്നതാണ്. പിന്നെ കയറി വരുന്ന ആദ്യത്തെ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കും 4-way ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി മേലേക്ക് കയറാം. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോർണറിലൊക്കെ LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചറും പെയിൻറ്റിലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ സൈഡിലായിട്ടൊരു സ്റ്റഡി ടേബിള്. ഇതിന് ശരിക്കും സ്റ്റഡി ടേബിളായിട്ടല്ല അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു ഹാൻഡ് ടേബിളായിട്ടാണ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് പവർ പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം ഒരു 13 അടിയോളം നീളവും 12 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. കാരണം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ കാണിക്കാത്തത്. കാരണം താഴെ ആ സ്പേസ് നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൽ, അതായത് അപ്പർ ലിവിങ് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. സെയിം സ്ഥലത്ത് തന്നെയാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 12 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതിന് ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡുമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോവാം. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു തിയേറ്റർ സ്പേസ് ഒക്കെ ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻറ്റ്, വേസ്റ്റ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരു അയൺ ടേബിൾ ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ അതല്ല, ഇതൊരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഓഫീസ് റൂമൊക്കെ ആക്കി മാറ്റിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ടൈൽ പാറ്റേൺ വന്നിരിക്കുന്നത് മാറ്റ് ടൈലാണ്. 4x2 മാറ്റ് ടൈൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം ഇങ്ങനെയാണ്. ഇവിടെ ഡോറൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ കൂടി സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. ലാഡർ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി ഇതിനുണ്ട്. അതായത് ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസിലൊക്കെ ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റുകളൊക്കെ വരാനുമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കവേർഡ് ബാൽക്കണിയിലാണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള കവേർഡ് ബാൽക്കണിയാണ്. അതിൽ ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ധാരാളം സ്പേസ് ഫ്രണ്ടിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെയർ ഇട്ടിരിക്കാവുന്നതുമാണ്. ഇനി ഇവിടെയും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് താഴ്ത്തിയിട്ടാണ്, അതായത് ഒരു സൈഡ് താന്നിട്ടാണ് ഓപ്പൺ ബാൽക്കണി വന്നുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് വരാത്ത രീതിയിലാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 4x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ കൂടുതൽ ഭംഗിയാക്കാവുന്നതാണ്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇടാനുള്ള സ്പേസും ഉണ്ട്. നല്ലൊരു വ്യൂയോട് കൂടിയിട്ടുള്ളൊരു വില്ലയും കൂടിയാണ്. അപ്പോൾ മനോഹരമായുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമ്മളിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാണ്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. ഇത് കൂടാതെ നല്ലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇത് സ്ക്വയർ ഫീറ്റിന് കൂടാതെ ഉള്ളൊരു സ്പേസാണ്. നല്ല കിണർ വരുന്നുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടിയാണ്.
ഇതിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റ് എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വീടുകൾ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.